അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഉദ്ധവ് താക്കറെയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെയും ക്ഷണിച്ചേക്കില്ല. തന്നെ രാമൻ വിളിക്കുമ്പോൾ അയോധ്യയിലേക്ക് പോകുമെന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ പ്രതികരണം. ഉദ്ഘാടന പരിപാടിക്ക് എല്ലാ സഹായവും ലഭ്യമാക്കാൻ ഇന്ന് ചേർന്ന BJP ഉന്നതാധികാര യോഗത്തിൽ തീരുമാനം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കിനി 20 നാൾ. രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ ഇതിനിടെ കൂടുതൽ ശക്തമാകുകയാണ്. ഉദ്ധവ് താക്കറെയും അഖിലേഷ് യാദവിനെയും ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് പ്രധാന ചർച്ച. ശ്രീരാമ ഭക്തരായവർക്ക് മാത്രമേ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ ക്ഷണം നൽകൂ എന്ന് മുഖ്യപൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ചേർന്ന ക്ഷേത്ര ട്രസ്റ്റ് യോഗം താക്കറെയും അഖിലേഷ് യാദവിനെയും വിളിക്കേണ്ട എന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യത്തോട് പ്രതികരിച്ച സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തന്നെ രാമൻ വിളിക്കുമ്പോൾ അയോധ്യയിൽ പോകുമെന്ന് വ്യക്തമാക്കി. ശ്രീരാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് തനിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് ഉദ്ധവ് താക്കറെ നേരത്തെ ആരോപിച്ചിരുന്നു. അതേസമയം രാമക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആവശ്യമായ എല്ലാ മേഖലയിലും സഹായം ക്ഷേത്രം ട്രസ്റ്റിന് ലഭ്യമാക്കാൻ BJP തീരുമാനിച്ചു. രാമക്ഷേത്ര ഉദ്ഘാടനവും അനുബന്ധ കാര്യങ്ങളും വിലയിരുത്താൻ ചേർന്ന BJP ഉന്നതാധികാര സമിതി യോഗത്തിന്റേതാണ് തീരുമാനം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ JP നദ്ദ മുതലായവർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. 24 ഡൽഹി.